ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ പ്രിയരും ദൈവത്താൽ അനുഗ്രഹീതരുമായ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃദാസന്മാരെ, നല്ല ദിവസത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനം കേൾപ്പാനും അതെനിക്ക് പറയാനും ദൈവമായ കർത്താവ് തരുന്ന ഈ അവസരത്തിനായി ഞാൻ ഒരിക്കൽ കൂടെ എൻ്റെ കർത്താവും രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന മഹാദൈവത്തിന് ഒരുപാട് സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ചയും എല്ലാം കരയറ്റിക്കൊണ്ട് വചന കേൾവിക്ക് തൽപരരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്നേഹാദരവുകളും വന്ദനവും അറിയിച്ചുകൊണ്ട് ഇന്നും വേദപുസ്തകത്തിലെ ലളിതസുന്ദരമായിരിക്കുന്ന ഒരാശയം ആത്മീകവൽക്കരിച്ച് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് കൈമാറാൻ എൻ്റെ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. പ്രതീക്ഷയോടെ 119 സങ്കീർത്തനം 43 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. സങ്കീർത്തനങ്ങൾ 119:43. ഞാൻ നിൻ്റെ വിധികൾക്കായി കാത്തിരിക്കുകയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. ഒന്നുകൂടെ പറയാം. ഞാൻ നിൻ്റെ വിധികൾക്കായി കാത്തിരിക്കുകയാൽ സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുതേ. 119 സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകതകൾ ഞാൻ എത്രയോ പ്രാവശ്യം ഈ കൊച്ചു സന്ദേശത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഈ സങ്കീർത്തനത്തിൻ്റെ പ്രമേയവും പ്രത്യേകതയും ഒരാവേശം കൊള്ളിക്കുന്നതാണ്. ദൈവവചനം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് 119 സങ്കീർത്തനത്തിൻ്റെ ഒട്ടുമിക്കവാറും എല്ലാ വാക്യങ്ങളും മുമ്പോട്ട് പോകുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ വാക്യങ്ങൾക്കകത്ത് ഏകദേശം 2 വാക്യങ്ങൾ ഒഴിച്ച് 176 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനത്തിലെ 2 വാക്യങ്ങൾ ഒഴിച്ച് ബാക്കി 174 വാക്യങ്ങൾക്കകത്തും വചനത്തെ പരാമർശിച്ചിട്ടുണ്ട്. വചനം എന്ന വാക്കുകൊണ്ടായിരിക്കുകയല്ല, ചട്ടം, കൽപ്പന, സാക്ഷ്യം, വിധി, പ്രമാണം തുടങ്ങിയ വചനത്തിൻ്റെ പര്യായ പദങ്ങൾ കൊണ്ട് സമ്പന്നമാണ് 119 സങ്കീർത്തനം. 176 വാക്യങ്ങളിൽ 2 വാക്യമൊഴിച്ച് ബാക്കി 174 വാക്യങ്ങളിലും ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു പദത്തെ പരാമർശിച്ചിട്ടുണ്ട്. അങ്ങനെ വചന കേന്ദ്രീകൃതമാണ് ഈ സങ്കീർത്തനം. മനുഷ്യൻ വചനത്തോടടുത്താൽ അവനെന്ത് ഗുണമുണ്ടാകും? മനുഷ്യനെ വചനത്തോട് അടുപ്പിക്കാൻ ദൈവം ഒരുക്കുന്ന വഴിയെന്താണ്? മനുഷ്യൻ വചനം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഒരു പുസ്തകം മേടിച്ച് അലമാരിയിൽ വെച്ചാൽ മതിയോ? നമ്മൾ കയ്യിൽ കൊണ്ട് നടന്നാൽ മതിയോ? ഇടയ്ക്കിടയ്ക്ക് വായിച്ചാൽ മതിയോ? എന്താണ് തിരുവെഴുത്ത് മനുഷ്യനുമായിട്ടുള്ള ബന്ധം? ആ ബന്ധം എങ്ങനെ ഊട്ടി ഉറപ്പിക്കാം? അത് നിമിത്തം നമുക്ക് വരാനിരിക്കുന്ന ആത്മീക ഭൗതിക മണ്ഡലങ്ങളിലെ ഉഗ്രമായിരിക്കുന്ന അനുഭവങ്ങളും അനുഗ്രഹങ്ങളും എത്ര വിശാലമായിരിക്കുമെന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ സഭയെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ 119 സങ്കീർത്തനത്തെ അവഗണിക്കരുത്, മാറ്റി നിർത്തരുത്. ഇരുന്ന് പഠിച്ച് ഗ്രഹിച്ചെടുത്ത് അത് പഠന വിഷയമാക്കി മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് ഒരു ശുശ്രൂഷ തന്നെയായിരിക്കുമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇന്ന് വായിച്ച വാക്യത്തിൻ്റെ പ്രമേയാടിസ്ഥാനത്തിൽ 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. സങ്കീർത്തനം എഴുതിയ ആൾ പറയുകയാണ്, ഞാൻ ദൈവത്തിൻ്റെ വിധികൾക്കായി കാത്തിരിക്കുകയാണ്. അതുതന്നെയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിരിക്കുന്ന വിഷയം. ഞാൻ ദൈവത്തിൻ്റെ വിധികൾക്കായി കാത്തിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിലെ പ്രമാദമായിരിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ് കാത്തിരിപ്പെന്ന് പറയുന്നത്. ഈ ബൈബിളിൽ കാത്തിരിക്കാത്ത ഒരുവനും, ആരെ കാത്തിരിക്കാത്ത? ദൈവത്തെ, ദൈവപ്രവൃത്തിയെ സഹിഷ്ണുതയോടെ കാത്തിരിക്കാത്ത ഒരാളും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. കാത്തിരിക്കുന്നവരാണ് ശക്തിയെ പുതുക്കിയിട്ടുള്ളത്. കാത്തിരുന്നവരാണ് ദൈവത്തെ കണ്ടിട്ടുള്ളത്. കാത്തിരുന്നവരാണ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളത്. കാത്തിരുന്നവരാണ് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റുള്ളവർക്ക് കൊടുക്കാൻ ദൈവം ഫലമേൽപ്പിക്കുന്നത് കാത്തിരുന്നവരെയാണ്. അപ്പോൾ കാത്തിരിപ്പെന്നുള്ള വിഷയം ബൈബിളിലെ പ്രധാന കാര്യമാണ്. ദൈവസന്നിധിയിൽ കാത്തിരിക്കുക, ക്ഷമയോടെ. എപ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത് എന്ന് പറയാനൊക്കെയല്ല. സകലതും നമ്മുടെ ഭാഗത്തു നിന്ന് അനുസരിക്കേണ്ടതെല്ലാം അനുസരിച്ച് കാത്തിരിക്കുക. ഇവിടെ ഈ മനുഷ്യൻ പറയുക, ഞാൻ ദൈവത്തിൻ്റെ വിധികൾക്കായി കാത്തിരിക്കുന്നു. ഇവിടെ ആലങ്കാരികമായിട്ടോ പര്യായപദമായിട്ടോ വ്യാഖ്യാനിക്കപ്പെടേണ്ടതോ അർത്ഥം ആത്മീകവൽക്കരിക്കപ്പെടേണ്ടതായിരിക്കുന്ന വാക്കാണ് ഈ വിധി എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ ഈ വാക്കിനെ ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ സ്വാന്തന സമാധാനത്തിനുള്ള പച്ചയായ മലയാള വാക്കായി തന്നെ എടുത്തുകൊണ്ട് പറയട്ടെ. എന്തെങ്കിലും കാത്തിരിക്കാനുണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിനൊരർത്ഥമുള്ളൂ ദൈവമക്കളെ. ഒന്നും കാത്തിരിക്കാൻ, ഒന്നും പ്രതീക്ഷിക്കാൻ എക്സ്പെക്റ്റേഷൻ ഇല്ലാത്തൊരു ജീവിതമാണെങ്കിൽ നമ്മൾ ജീവിക്കുകയല്ല, മുരടിക്കും, മരിക്കും. ഈ ആത്മഹത്യ ചെയ്തു പോയവരെല്ലാം അവർക്കിനി ഒരു പ്രതീക്ഷയില്ല, ആരെയും കാത്തിരിക്കാനില്ല.
അങ്ങനെ വന്നപ്പോഴാണ് എന്തിനാ ഭൂമിക്ക് ഭാരമായി ശേഷിക്കുന്നത് എന്നൊരു തോന്നൽ അവരെ ഭരിച്ചത്. അങ്ങനായിരിക്കും അവരിൽ പലരും പെട്ടെന്ന് ഈ ലോകം വിട്ട് അവരുടേതായ വഴിയിലൂടെ കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, ഈ വാക്യത്തിൽ എഴുത്തുകാരൻ പറയുകയാണ്, ഞാൻ കാത്തിരിക്കുന്നു. എന്തിനു വേണ്ടി? എൻ്റെ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് എനിക്ക് ചില വിധികൾ വരാനുണ്ട്. കോടതിയിൽ ഒരു കേസ് കൊടുത്താൽ ജഡ്ജി എത്ര സമർത്ഥനാണെങ്കിലും അന്ന് തന്നെ ഒന്നും വിധി പറയില്ലല്ലോ. ആ പേപ്പർ ഇവിടെ മേടിച്ച് വെച്ച കേസ് പഠിച്ച് അതിൻ്റെ ന്യായ വിസ്താരങ്ങളൊക്കെ നടത്തി തെളിവുകൾ കണ്ടെത്തി അങ്ങനെയൊക്കെയാണ് ഈ കാര്യങ്ങൾ വാദവും പ്രതിവാദവും ഒക്കെ നടത്തിയിട്ടാണ് ഒരു കേസിൻ്റെ വിധി വരുന്നത്. അത് ഈ ഭൂമിയിൽ അല്പജ്ഞാനിയായ മനുഷ്യൻ ചെയ്ത് വരുന്ന ന്യായമായിരിക്കുന്ന പദ്ധതികളുടെ കോടതി പരമ്പരകളുടെയും പ്രത്യേകതയാണ്. എന്നാൽ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളൊരു പ്രാർത്ഥന അർപ്പിച്ചു. ന്യായമായി വിധിക്കുന്നവൻ്റെ കയ്യിലേക്ക് നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചു. ചിലപ്പോൾ ആ പാമടക്കി വെക്കുമ്പോൾ തന്നെ മറുപടി നമുക്ക് കിട്ടിയെന്നിരിക്കില്ല. ആ വിധിക്കായി കാത്തിരിക്കണം. നീ ദൈവത്തോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ദൈവസന്നിധിയിൽ എന്തെങ്കിലും അർപ്പിച്ചിട്ടുണ്ടോ? ഭാരമുള്ളത്, വേദനയുള്ളത്, മക്കളെക്കുറിച്ചുള്ളത്, ജീവിതത്തെക്കുറിച്ചുള്ളത്, എന്നെക്കൊണ്ട് കഴിയുന്നില്ല കർത്താവ് പച്ച എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുള്ളത് എൻ്റെ കർത്താവ് നിങ്ങളോട് പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ദൈവം നിങ്ങളെ മക്കളെ പോലെ കണ്ടിട്ട് പറയുക, മക്കളെ, ഞാനിതെല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. നിൻ്റെ കേസ് എൻ്റെ ഫയലിലുണ്ട്. ഞാനിതിനൊരു ദിവസം വിധി പറയും. നീ അതിനായി കാത്തിരിക്കുക. അത് തന്നെ ഈ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ നിങ്ങളോടും പറയുന്നു. ഒന്നും ഇല്ല എന്നോർത്ത് നിരാശപ്പെടരുത്. നിനക്ക് ദൈവസന്നിധിയിൽ നിന്നൊരു വിധി വരാനുണ്ട്. ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കുക. കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന വാക്യം സമർത്ഥിക്കുന്നുണ്ട്. ഞാൻ അങ്ങയുടെ വിധികൾക്കായി കാത്തിരിക്കുന്നത് കൊണ്ട് സത്യത്തിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീക്കിക്കളയരുത്. ഇതൊരു അപേക്ഷയാണ്. സത്യത്തിൻ്റെ വചനം വായിൽ നിന്ന് നീക്കിക്കളയരുത്. വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നവർ, ദൈവം ചില കാര്യങ്ങൾ വിധി പറഞ്ഞുറപ്പിച്ച് നമുക്ക് അനുകൂലമാക്കി തരുമെന്ന് വിശ്വസിക്കുന്നവർ അവരോർത്തോളണം, വായിൽ വചനം അതൊരു ഭക്തൻ്റെ ലക്ഷണമാണ്. എൻ്റെ വായിൽ നിന്ന് എപ്പോഴും ദൈവത്തിൻ്റെ വചനം, കർത്താവേ നീ വിശ്വസ്തനാണ്, ദൈവമേ നീ വാക്കുമാറാത്തവനാണ്, എൻ്റെ ദൈവത്തെപ്പോൽ വലിയവനില്ല, അങ്ങ് പരിശുദ്ധനാണ്, അങ്ങ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അങ്ങ് എനിക്ക് വേണ്ടി ജീവനെ തന്നവനാണ്, അങ്ങയുടെ ഓമനപുത്രനെ എനിക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചവനാണ്, അങ്ങയുടെ ചങ്കിലെ ചോരയാണെന്നെ. ഇത് തന്നെ എപ്പോഴും എനിക്കപ്പം കിട്ടും. ഞാനിങ്ങനെ ആയല്ലോ, എൻ്റെ ഗതി ഇതായല്ലോ, ഇത് പിശാച് പോരാടിയതാണോ, എല്ലാവരും കൂടി എന്നെ ഒതുക്കുകയാണല്ലോ, എന്തിനായ ജീവിതം? ഇത് വചനമല്ലല്ലോ. ഇത് പറഞ്ഞുകൊണ്ട് നടന്നാൽ ആർക്ക് ഗുണം? തിരിച്ച് ദൈവത്തിൻ്റെ വചനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുന്നത് വരെ പറഞ്ഞുകൊണ്ട് അതൊരു ശീലമാക്ക്. കർത്താവിൻ്റെ വചനം എൻ്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകാതിരിക്കട്ടെ. കാരണം ഞാൻ ദൈവത്തിൻ്റെ വിധികൾക്കായി കാത്തിരിക്കുക. ഈ വർഷം തീരാൻ ഇനിയും അല്പം അങ്കുലീപരിമിതമായ ദിവസങ്ങൾ കൂടിയുണ്ട്. പ്രിയരേ, ഈ വർഷം തീരുന്നതിനേക്കാൾ മുമ്പ് നീ കാത്തിരിക്കുന്ന ദൈവസന്നിധിയിലെ വിധികൾ വരും. അതുകൊണ്ട് ഈ ദിവസം തിരുവെഴുത്തിലെ ചില വചനങ്ങൾ കണ്ടെത്തി നിൻ്റെ അധരത്തിൽ നിന്നും മാറിപ്പോകാതെ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ലെന്ന് എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഞാൻ ഒരിക്കലും അനാഥനാക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാക്കുകളൊക്കെ മുറുകെ പിടിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലത്തോടെ, വിശ്വസ്തയോടെ, കൃപയോടെ, കരുതലോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ സമർപ്പിക്കുക. കർത്താവ് ഈ കാര്യങ്ങളെ, ദൈവമായ കർത്താവ് വിധി പറഞ്ഞ് അനുഗ്രഹമാക്കാൻ വിശ്വസ്തനാണ്. സ്വർഗം അത് ചെയ്യും. എന്തൊക്കെയോ കാര്യങ്ങൾ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വിധിയായി ദൈവം വിധിച്ച ചില അനുഗ്രഹ വിധി പകർപ്പുകൾ നമുക്ക് കിട്ടാനുണ്ട്, വരാനുണ്ട്. അത് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ വിധികൾക്കായി കാത്തിരിക്കാം. മറക്കരുത്, വചനം വിട്ട് വിധിക്കായി കാത്തിരിക്കരുത്. വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിധികൾക്കായി കാത്തിരിക്കാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം, അങ്ങയുടെ വിധികൾക്കായി ലോകത്തിലൊരു കൂട്ടം ആളുകൾ കാത്തിരിക്കുന്നു. ഞങ്ങളും അതിനായി കാത്തിരിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം. അങ്ങയുടെ വിധികൾക്കായി കാത്തിരിക്കുന്നവർ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അനുഗ്രഹവും നന്മയുമാക്കി തീർക്കണമേ.
പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.